Prakash, Prakash, please help me. Come here, Prakash. Please help me, Prakash. എന്ത് പറ്റിയാ Help കൊച്ചാ? me. വാ. ഇതെന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പറ്റിയത് എനിക്കല്ല, നിനക്കാ. നീയല്ലേ പറ്റിച്ചത്? ചക്കോച്ചാ, എന്തിന്റെ പുറപ്പാടത്? നീ ചളവാക്കരുത്. ചക്കോച്ചാ, സിസ്റ്റർ, സോറി സിസ്റ്റർ. ഞാൻ സിസ്റ്ററിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നതാ. വെള്ളം വെള്ളം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിസ്റ്ററിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിലെ ഭാരം ഇറക്കാൻ വേണ്ടി വന്നതാ. ചാക്കോച്ചൻ എന്ത് പറ്റി? പ്രകാശേ, സുമിത്രയെ പോലുള്ള ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാരം ഇറക്കുന്നതാണോ നല്ലത്? എന്ത് പറ്റി? ചാക്കോച്ചൻ വെള്ളം അടിച്ച പിന്നെ എങ്ങനെയാ? സുമിത്ര പൊക്കോ. Stop. കൃഷ്ണ. കൃഷ്ണയോ? കൃഷ്ണകുമാർ, ഹൗസ് ഓണർ കൃഷ്ണകുമാർ. ഇവർ തമ്മിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടത്? ആ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തു. ഇത് അതല്ല, ഇത് ഇന്നലത്തെ കൃഷ്ണ. ഓ, കൃഷ്ണചന്ദ്രൻ, ദൂരദർശനിലെ കൃഷ്ണചന്ദ്രൻ. അവനെന്ത് പറ്റി? അയാള് പെട്ടെന്ന് ചത്തുപോയിടാ. ഇന്നലെ കല്യാണം കഴിച്ച കൃഷ്ണ. നിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണ. ഒരാൾക്ക് രണ്ടു ഭാര്യമാരോ? ദൈവം പൊറുക്ക വേങ്ങളെ. ഞാൻ പോവാൻ തന്നെ വന്നത്. ഞാൻ ഈ ലോകത്ത് പോവാനാണ് വന്നത്. സിസ്റ്റർ, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഈ നിൽക്കുന്ന പ്രകാശ് എല്ലാം മറച്ചു വെച്ചെന്ന് എനിക്ക് മനസ്സിലായി. സിസ്റ്ററിന് കേൾക്കണോ? ഇന്നലെ കാലത്ത് 8 മണിക്ക് അമ്പലത്തിൽ വെച്ച് കൃഷ്ണയും വിവാഹിതരായി. എനിക്ക് സമാധാനായി. ഞാൻ പോവാണ്. നീ വരുന്നുണ്ടോ എന്റെ കൂടെ? വരുന്നുണ്ടോ? മോനെ കാര്യം തല്ലി ഓടിക്കും. അങ്ങനെ വിവാഹം കഴിയൂ. ഇനി ഞാൻ പോവാം. ഞാൻ വരൂട്ടെ 2 അടിച്ചിട്ട്. എന്താ പ്രകാശ് സംഭവിച്ചത്? ഇന്നലെ രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയപ്പോഴേ എനിക്ക് തോന്നി. ആഴ്ചകളും മാസങ്ങളും ജോലി ചെയ്ത് മടങ്ങിയെത്തുന്ന ചാക്കോച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല. ഇന്നലെ ചാക്കോച്ചൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി. ഈ വിവരം നിന്നോട് പറയരുതെന്ന് ചാക്കോച്ചന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയപ്പോ നിന്നോടൊന്നും പറയാതിരുന്നത്. പാവം, മദ്യത്തിന് അടിമയാവാതിരുന്നാ മതിയായിരുന്നു. കഷ്ടമുണ്ടല്ലേ? വാ. വരൂ. സുമിത്ര ഇപ്പോ എറണാകുളത്തല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, അവൾ ആഴ്ചയോറും പോയി വരിക. ഈ സമയത്ത് യാത്ര കഴിയുന്നത് ഒഴിവാക്കണം. അയ്യോ, അപ്പൊ ജോലി? യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞ ചെയ്യണ്ട. ലീവ് എഴുതി കൊടുത്തേക്ക്. ലീവ് എഴുതി കൊടുക്ക്. ഒരു കാര്യം ചെയ്യാം, ഡെലിവറി SM ഹോസ്പിറ്റലാക്കാം. അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട്. എന്നാ അങ്ങനെ ചെയ്യാം. ഇറങ്ങട്ടെ ഡോക്ടർ. ലീവ് എടുക്കാന്ന് പറഞ്ഞാ എത്ര ദിവസത്തേക്കാ ലീവ് എടുക്ക? എന്നോടൊന്നും പറയണ്ട. നിന്റെ അച്ഛന്റെ ഓർഡർ അല്ലേ? അത് കേട്ടപ്പോ എന്റെ ഉള്ളിൽ എടുത്തി വീണത്. അതെന്താ? അല്ല, നിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന കാര്യം പറയായിരുന്നു. ഈശ്വര, ഏത് കുരിശാണാവോ? ഹലോ. ഭവാനെ. ആ ഉണ്ട്, കൊടുക്കാം. ആരാ? ചാക്കോച്ചനാ. ഹലോ. കൃഷ്ണ ഒരു 4-5 പ്രാവശ്യം ഇവിടെ വിളിച്ചിരുന്നു. നിന്നോടൊന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എന്താ വരുന്നു. യെസ്, മിസ്സസ് കൃഷ്ണ പ്രകാശ്. എന്തിനാ സാർ വിളിച്ചത്? ഏയ്, ഇവിടെ ഒരു ഗർഭിണി ഒറ്റയ്ക്കിരിക്കുകയാണെന്നുള്ള വല്ല വിചാരമുണ്ടോ ശ്രീമാൻ ഭർത്താവിന്? നിന്റെ കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും ഓർത്തിട്ട് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല കുട്ടി. അതെന്താ പല കാര്യങ്ങൾ? ഓഫീസ് കാര്യങ്ങള്, നാട്ടുകാര്യങ്ങള്, പിന്നെ വീട്ടുകാര്യം. വേണ്ട, എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഇപ്പോ ഞാൻ കൂടുതൽ സെൽഫിഷ് ആയിരിക്കുക. പ്രകാശിന്റെ മുഴുവൻ സമയവും എനിക്ക് വേണം. എന്റെ കൃഷ്ണയല്ലാതെ വേറെന്താ എന്റെ മനസ്സിലുള്ളത്? ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. ചാക്കോ. ഹലോ. എടാ, സുമിത്ര വിളിച്ചിരുന്നു. നിന്നോടൊന്നും അങ്ങനെ കെട്ടിയെടുക്കാൻ പറഞ്ഞു. തിരിച്ചു പോണ വഴി ത്രിവേണിയിലൊന്ന് കയറണം. എത്ര പ്രാവശ്യമായി പറയുന്നു കൂട്ടാ. ആദ്യം ചെക്കപ്പ് കഴിയട്ടെ, എന്നിട്ട് എവിടെ വേണേലും പോവാ.
പതുക്കെ പതുക്കെ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ആ വരൂ. ചെല്ലേ. ദാ സിസ്റ്റർ. ഹായ് പ്രകാശ്. അയ്യോ, എപ്പോ വന്നു? ഇപ്പൊ എങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്? ഞാൻ വേറെ ആവശ്യം വേണ്ടി വന്നതാ. അപ്പോഴാണ് നീ ചെക്കപ്പിന് വന്നെന്ന്. കഴിഞ്ഞോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു. ഓ. വരുന്നില്ലേ? ഇല്ല, കൃഷ്ണ പോക്കോളൂ. എനിക്ക് ഡോക്ടറെ കണ്ടിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. ഓ, ആ വരൂ വരൂ. സിസ്റ്റർ, ദിസ് ഈസ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രകാശ്. അല്ല, ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാം. എന്റെ വർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിരുന്നു. സാരമില്ല, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. ബൈ. ദൈവമേ, എന്തു പറഞ്ഞു ഡോക്ടർ? അടുത്ത 20th വീണ്ടും വരാൻ പറഞ്ഞു. പോവാം. എന്താ പറ്റി? ഞാൻ എന്റെ ബാഗ് മറന്നു. ഓ, പോട്ടെ. ആ, പോയോ? ഓ, ആരാ? എന്റെ കൂടെ ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന മഹാ കത്തിയാ. നിന്ന കൊന്നുകളയും. പോവാ. ആ ഒരു മിനിറ്റ്. സോറി സിസ്റ്റർ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ ഹസ്ബൻഡ് പ്രകാശ്. നിങ്ങളുടെ ഹസ്ബൻഡോ? അപ്പൊ മറ്റേ സ്ത്രീ? മറ്റേ അല്ല, സ്ത്രീയോ? ഒരു മിനിറ്റേ. വാ. എന്റെ പൊന്നെ, ആ സിസ്റ്ററോട് സംസാരിച്ചാൽ ആ കുഴപ്പാ. അതെന്താ? നിനക്കറിയില്ലേ, അവർക്ക് സ്വബോധമില്ല. ആണോ? പിന്നല്ലാതെ ഇവരെന്തെല്ലാം കള്ളമാണ് പറയുന്നറിയോ? കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നോർമൽ ആണെന്നേ തോന്നുന്നു. പ്രകാശിന് എങ്ങനെ അറിയാം? അന്ന് ഞാനൊരു പ്രോഗ്രാം ചെയ്തില്ലേ, ഡ്രഗ് അഡിക്സിനെ പറ്റി. ഉം. അന്ന് ഞാൻ ഇവരെ രഹസ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തു. ചാക്കോച്ചനായിരുന്നു എന്റെ കൂടെ. ചാക്കോച്ചനെ കണ്ടപ്പോ ഇവർക്ക് കെട്ടിയേ തീരൂ. ഊരിപ്പോരാൻ പറ്റ പാടേ. അയ്യോ പാവം. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്ക് ഡോക്ടർ മേമനെ കെട്ടണമെന്ന്.